ഐക്യം ആഹ്വാനം ചെയ്ത് പാണക്കാട് സാദിഖ് അലി തങ്ങൾ തർക്കിച്ചിരുന്നിട്ട് ഒരു കാര്യവുമില്ല. ഭിന്നിക്കാനുള്ളതിനേക്കാൾ 1000 കാരണങ്ങൾ ഒരുമിക്കാനുണ്ട്. ഇത് പലപ്പോഴും മറന്നുപോകുന്നുവെന്നും സാദിഖ് അലി തങ്ങൾ പറഞ്ഞു. നമുക്ക് ഒറ്റക്കെട്ടായി ഇനിയും വീഴ്ചകളിലേക്ക് പോകാൻ നമ്മളെ തന്നെ അനുവദിക്കാതെ, കാരണം സമസ്തയുടെ വിജയം എന്നുള്ളത് അത് സമൂഹത്തിന്റെ വിജയമാണ്. എല്ലാവരും അത് മനസ്സിലാക്കുന്നു. സമസ്തയുടെ പിന്തുണ വേണം എന്നൊക്കെ ആഗ്രഹിക്കുന്നു. അവർ ലക്ഷ്യം വെക്കുന്നത് എന്താണ്? സമൂഹത്തിന്റെ നന്മയാണ്. സഹവർത്തിത്വത്തിലൂടെ നമ്മുടെ നാടിന് മാറ്റങ്ങൾ ഉണ്ടാക്കുവാൻ കഴിയുമെന്നുള്ള പ്രതീക്ഷ, അതാണ് സുന്നി പ്രസ്ഥാനം സമൂഹത്തിന് കാഴ്ചവെക്കുന്നത്. ഒപ്പം സമസ്ത മതരാഷ്ട്രവാദത്തിന് എതിരെന്ന് സമസ്ത പ്രസിഡന്റ് ജിഫ്രി തങ്ങൾ പറഞ്ഞു. രാജ്യത്തെ എല്ലാ വിഭാഗങ്ങളെയും സഹകരിച്ചു പോവുകയാണ് സമസ്തയുടെ ലക്ഷ്യം. ഐക്യം തകർക്കുന്ന പ്രവർത്തനം ഉണ്ടാകരുത് എന്നും ജിഫ്രി തങ്ങൾ പറഞ്ഞു. ഈ ആവശ്യമില്ലാതെ വെറുതെ തക്ബീറുകളൊക്കെ ചൊല്ലി അങ്ങനെ ഒരു പ്രവൃത്തിയൊന്നും ആരുടെ ഭാഗത്തുനിന്നും അങ്ങനത്തെ ഒരു അങ്ങനത്തെ ഒരു പതിവ് വേണ്ട. അതാരും അങ്ങനത്തെ ഒരു ഇതിലേക്ക് മുതിരും വേണ്ട. നിങ്ങൾ ഒരാളെ ബഹുമാനിക്കുകയോ ആദരിക്കുകയൊക്കെ ചെയ്യുമ്പോൾ അത് മറ്റുള്ളവർക്ക് പ്രയാസം ഉണ്ടാവുകയോ അവരെ ചെറുതാക്കുകയോ ചെയ്യുന്ന രൂപത്തിലുണ്ടാവാൻ പാടില്ല. പാണക്കാട് കുടുംബം തണലാണെന്ന് ഉമർ ഫൈസി മുക്കം പറഞ്ഞു. കേരള മുസ്ലിങ്ങളെ നയിക്കുന്നത് പാണക്കാട് തങ്ങളാണ് എന്നും ആ കുടുംബത്തോട് സ്നേഹം മാത്രമാണ് എന്നും ഉമർ ഫൈസി മുക്കം. ലീഗ് വിരോധമുള്ള സഖാവാണ് ഞാൻ എന്നത് തെറ്റായ പ്രചാരണമാണ്. ഒരിക്കലും എനിക്ക് സഖാവാകാൻ കഴിയില്ല എന്നും കൂടി ഉമർ ഫൈസി മുക്കം പറഞ്ഞു. ഞാൻ എന്നും പാണക്കാട് തങ്ങന്മാരെ ബഹുമാനിക്കുന്നവരാണ്. നമുക്ക് തണലായി നിൽക്കുന്ന ഒരു കുടുംബമാണ് പാണക്കാട് കുടുംബം. നമ്മളുടെ ഇടയിൽ ഇങ്ങനെ വിരോധമാണ്, ഞാൻ ലീഗ് വിരോധിയാണ്, സഖാവാണ് എന്നൊക്കെ പറയുന്നവരുണ്ട്. ഒക്കെ പറച്ചിലാണ്. ഒന്നുമില്ല. സഖാവ് ഒരു മനുഷ്യനിക്ക് അങ്ങനെ ആകാൻ കഴിയൂല. ഒരു മുമ്പിനാണ് മനുഷ്യൻ. അതുകൊണ്ട്